السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على أشرف الأنبياء والمرسلين وآل كل والصحابة أجمعين. أما بعد. ഏറ്റവും ബഹുമാനാദരവുകൾ നിറഞ്ഞ മുഅ്മിനീങ്ങളെ, സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, 2-3 ദിവസങ്ങളായി വാട്സാപ്പുകളിലൂടെയും ഫേസ്ബുക്കിലൂടെയും ഒരു വീഡിയോ ക്ലിപ്പിങ്ങിനെ കറങ്ങി നടക്കുകയാണ്. അതിൽ സംസാരിക്കുന്നത് മുജാഹിദ് പ്രസ്ഥാനത്തെ വല്ലാതെ അവതാളത്തിലെത്തിച്ച ഒരു മൗലവിയാണ് ആ പ്രസംഗത്തിന് നേതൃത്വം കൊടുക്കുന്നത്. ആ മൗലവിയെക്കുറിച്ച് തന്റെ സഹപാഠികളായ സുഹൃത്തുക്കൾ പോലും വിശുദ്ധ ഖുർആനിലെ പല ആയത്തുകളും മുക്കുന്ന ആളാണ്, കക്കുന്ന ആളാണ് എന്ന് സാധാരണ പറയാറുണ്ട്. ഈ വിഷയത്തിൽ വ്യക്തമായിക്കൊണ്ട് ആ ഒരു ശൈലി അദ്ദേഹം പ്രകടിപ്പിക്കുന്നതായി കാണാം. അയാളെ പേര് മുജാഹിദ് ബാലുശ്ശേരി എന്ന. സാധുവായ ഞാനുമായി എന്റെ 18ാമത്തെ വയസ്സിൽ അദ്ദേഹത്തിന്റെ കേന്ദ്രമായിരുന്ന തിരുവനന്തപുരം ജില്ലയിലെ ഊറ്റുകുഴി പള്ളിയിൽ വെച്ചുകൊണ്ട് എന്റെ 18ാമത്തെ വയസ്സിൽ ഞാനും അയാളുമായി ഇസ്തിഗാസ എന്ന വിഷയത്തിൽ ഏറ്റുമുട്ടിയിട്ടുണ്ടായിരുന്നു. എന്റെ ഈ വോയിസ് കേൾക്കുമ്പോൾ എന്നെ ഓർമ്മ വരുന്നുണ്ടാകും. ഏതായിരുന്നാലും മുജാഹിദ് ബാലുശ്ശേരി എന്ന് പറയുന്ന യുക്തിവാദത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ആ മനുഷ്യനോട്, യുക്തിവാദത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു എന്ന് പറയാനുള്ള കാരണം, അദ്ദേഹത്തിന്റെ കൂടെ അന്ന് ഊറ്റുകുഴിയിൽ ജോലി ചെയ്തിരുന്ന ഒരു സ്ത്രീയാണ് ജാമിദ ടീച്ചർ. എനിക്കറിയാം ആ ജാമിദ ടീച്ചർ ഇപ്പോൾ എവിടെ എത്തിയിരിക്കുന്നു എന്ന് എല്ലാവർക്കും അറിയാം. ആ ഒരു ശൈലിയിലൂടെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന മുജാഹിദിന്റെ നേതാവാണ് വിശുദ്ധ ഖുർആനിന്റെ ചില ആയത്തുകളെ അംഗീകരിക്കുകയും വേറെ ചില ആയത്തുകളെ പരസ്യമായി പറഞ്ഞുകൊണ്ട് നേതാക്കന്മാരെ കുറ്റപ്പെടുത്തുകയും ചെയ്യുന്ന ഒരു പ്രവണത ഈ മുജാഹിദ് ബാലുശ്ശേരി എന്ന് പറയുന്ന സാധുവായ മനുഷ്യൻ ഒരു ചർച്ചക്ക് വരൂല. കിതാബ് എടുത്തിട്ട് അർത്ഥം വെക്കാൻ അയാളെ കൊണ്ട് അറിയില്ല, വിവരമില്ല. ഒരു ഹദീസ് അർത്ഥം വെക്കാൻ അറിയില്ല. ദുർവ്യാഖ്യാനത്തിന്റെ ഗോഡൌണായി മുന്നോട്ട് പോകുന്ന ആ സാധു മനുഷ്യൻ. ഏതായിരുന്നാലും പ്രിയപ്പെട്ടവരെ, ആമുഖമായി ഓർമ്മപ്പെടുത്താനുള്ളത് വിശുദ്ധ ഖുർആനിന്റെ 6666 ആയത്തുകൾ. ആ ആയത്തുകളെ മുഴുവനും ലോക മുസ്ലിമീങ്ങൾ അംഗീകരിക്കൽ നിർബന്ധമാണ്. അതിൽ ഒരൊറ്റ ആയത്ത് പോലും മാറ്റി നിർത്താൻ പാടില്ല. ചിലതിനെ അംഗീകരിക്കുക, ചിലതിനെ തള്ളുക. അത് ജൂതന്മാരുടെ ശൈലിയാണ്. എമ്പാടും വിശദീകരിക്കേണ്ട ഒരു മേറ്ററായിട്ട് പോലും തുച്ഛമായ ചുരുങ്ങിയ ഇബാറത്തുകളും ഉദ്ധരണികളും മാത്രം നിങ്ങൾ മുമ്പിലേക്ക് കൊണ്ടുവരാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ആദ്യമായി ജൂതന്മാരുടെ സ്വഭാവം വിശുദ്ധ ഖുർആനിന്റെ സൂറത്തുൽ ബഖറ, ആ സൂറത്തുൽ ബഖറയുടെ 85ാമത്തെ ആയത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല 85ാമത്തെ ആയത്തിന്റെ അവസാന ഭാഗത്ത് പഠിപ്പിക്കുന്നതായി കാണാം. അഫതുഅ്മിനൂന ബിബഅദിൽ കിതാബി വതക്ഫുറൂന ബിബഅദ് ഫമാ ജസാഉ മൻ യഫ്അലു ദാലിക മിൻകും ഇല്ലാ ഖിസ്യുൻ ഫിൽ ഹയാത്തിദ് ദുനിയാ വയൗമൽ ഖിയാമത്തി യുറദ്ദൂന ഇലാ അശദ്ദിൽ അദാബ് വമല്ലാഹു ബിഗാഫിലിൻ അമ്മാ തഅമലൂൻ. വിശുദ്ധ ഖുർആൻ ഈ ആയത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ജൂതന്മാരോടുള്ള താക്കീതായി കൊണ്ട് അല്ലാഹു പറയുന്നു, അഫതുഅ്മിനൂന ബിബഅദിൽ കിതാബ്, അൽ കിതാബാകുന്ന വിശുദ്ധ ഖുർആൻ അടക്കമുള്ള അല്ലാഹുവിന്റെ ഗ്രന്ഥങ്ങൾ ചില ഭാഗങ്ങൾ നിങ്ങൾ വിശ്വസിക്കുകയും വതക്ഫുറൂന ബിബഅദ്, വേറെ ചില ഭാഗങ്ങളെ കൊണ്ട് നിങ്ങൾ നിഷേധിക്കുകയും ചെയ്യുകയാണോ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിലൂടെ ജൂതന്മാരോടായിട്ട് ചോദിക്കുകയാണ്. ഇത് ജൂതന്മാർക്ക് മാത്രമുള്ള കൽപ്പനയോ താക്കീതോ അല്ല. ഖിയാമത്ത് നാൾ വരെ മുജാഹിദ് ബാലുശ്ശേരിയെ പോലെ വിശുദ്ധ ഖുർആനിന്റെ ചില ആയത്തുകളെ അംഗീകരിക്കുകയും വേറെ ചില ആയത്തുകളെ മൂടിവെച്ചുകൊണ്ട് വിശുദ്ധ ഖുർആനിനെതിരിൽ, അല്ലാഹുവിനെതിരിൽ രംഗപ്രവേശനം ചെയ്യുന്ന മുജാഹിദ് ബാലുശ്ശേരിയോടുള്ള താക്കീതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ ബഖറയുടെ 85ാമത്തെ ആയത്തിലൂടെ വ്യക്തമായി കൊണ്ട് പരസ്യ പ്രഖ്യാപനം നടത്തുന്നു. ഈ വിഷയം പറയാനുള്ള കാരണം,
ശൈഖുന കാന്തപുരം ഉസ്താദിന്റെ എതിരിൽ കാന്തപുരം ഉസ്താദിന്റെ ഒരു വാക്ക് അടർത്തി മാറ്റിക്കൊണ്ട് ആ വാക്ക് എന്താണെന്ന് പോലും ചിന്തിക്കാതെ അബൂജഹലിനെക്കാളും മോശമായി ചിത്രീകരിക്കുന്ന ഈമാനിന്റെ കണിക പോലും ഹൃദയത്തിലില്ലാത്ത മുജാഹിദ് ബാലുശ്ശേരി, നിങ്ങൾ എന്തടിസ്ഥാനത്തിലാണ് കാന്തപുരം ഉസ്താദിന്റെ വാക്ക് എന്താണ് പറയുന്നത്? കാന്തപുരം ഉസ്താദ് പറഞ്ഞ വാക്ക് കാന്തപുരം ഉസ്താദിന്റെ വാക്ക് മാത്രമാണോ? കാന്തപുരം ഉസ്താദിനെ നിങ്ങൾ അബൂജഹലിനെക്കാളും തരം താഴ്ന്നവരായി ചിത്രീകരിക്കുമ്പോൾ നിങ്ങൾ അറിയാതെ ഇബ്നു തൈമിയയും അക്കൂട്ടത്തിൽ പെടുന്നുണ്ട്, ഇബ്നു കസീറും പെടുന്നുണ്ട്. ലോകത്ത് കഴിഞ്ഞുപോയ പ്രഗൽഭരായ മുഫസ്സിരീങ്ങളും സ്വഹാബത്ത് താബിഈങ്ങൾ എന്തിനടക്കം അല്ലാഹുവിന്റെ റസൂൽ അടക്കം നിങ്ങൾ പറയാതെ പറയുന്നുണ്ട്. ബഹുമാനപ്പെട്ട ശൈഖുന കാന്തപുരം ഉസ്താദ് പറഞ്ഞ ആദർശം കാന്തപുരം ഉസ്താദിന്റെ പോക്കറ്റിൽ നിന്നെടുത്ത് പറഞ്ഞതല്ല മൗലവി. നിങ്ങൾക്ക് കിതാബും അറിയില്ല, ഖുർആനും അറിയില്ല, ഹദീസും അറിയില്ല. ഏതായിരുന്നു ബഹുമാനപ്പെട്ട ശൈഖുന കാന്തപുരം ഉസ്താദ് ആ വിഷയം ഒന്ന് പറയണമെന്ന് കേട്ടു നോക്കാം. വൽ മുദബ്ബിറാത്തി അംറൻ, പരിശുദ്ധ ഖുർആൻ. വൽ മുദബ്ബിറാത്തി അംറൻ, കാര്യങ്ങളെ നിയന്ത്രിക്കുന്നവർ കൊണ്ട് സത്യം. അല്ലാഹു സത്യം ചെയ്യുന്ന പല സംഗതികളെ കൊണ്ട് കാര്യം നിയന്ത്രിക്കുന്നവർ എന്ന് പറയുമ്പോൾ അതല്ലല്ലോ, അല്ലാഹു ഒന്നല്ലല്ലോ. നിയന്ത്രിക്കുന്നവർ ആരാണ്? ബഹുമാനപ്പെട്ട ഇമാം ഫഖ്റുദ്ദീൻ റാസി റഹിമഹുല്ലാഹ് അദ്ദേഹത്തിന്റെ തഫ്സീറുൽ കബീറിൽ വളരെ വിശദമായി പറഞ്ഞു, ഹും അർവാഹുൽ മുഅ്മിനീൻ, ഹും അർവാഹുൽ മുഅ്മിനീൻ. അവർ ഈ ലോകത്തെ നിയന്ത്രിക്കുന്നവർ എന്ന് അല്ലാഹു പറഞ്ഞ കൂട്ടർ ആരാണ്? അർവാഹുൽ മുഅ്മിനീൻ, ഔലിയാക്കളുടെ റൂഹുകളാകുന്നു. ഇത് എന്റെ വക പറഞ്ഞതല്ല, ഇവിടെ വേറെ ഒരു വ്യക്തി പറഞ്ഞതല്ല. ഇമാം ഫഖ്റുദ്ദീൻ റാസി തന്റെ തഫ്സീറുൽ കബീറിൽ പറഞ്ഞതായി നിങ്ങൾക്ക് കാണാം. ഫൽ മുദബ്ബിറാത്തി അംറൻ, ഈ ലോകത്തെ നിയന്ത്രിക്കുന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ കൂട്ടർ അർവാഹുൽ മുഅ്മിനീൻ, മുഅ്മിനീങ്ങളുടെ റൂഹുകളാകുന്നു. വിവരമില്ലാത്ത മുജാഹിദ് ബാലുശ്ശേരി, എങ്കിൽ പിന്നെ എപി ഉസ്താദ് അവിടെ കട്ടെ, അല്ലാഹു പറഞ്ഞതാണ്. എങ്കിൽ പിന്നെ നിങ്ങൾ അള്ളാഹുവിനെ അബൂജഹലിനെ ചേർത്ത് ട്രോളാക്കി എന്റെ ഹൃദയത്തിൽ തോന്നിയത് നാളെ മഹ്ശറ വൻസഭയിൽ അബൂജഹൽ വരുമ്പോ കാന്തപുരം ഉസ്താദിനെ പിടിച്ചു നിർത്തിയിട്ട് ചോദിക്കും, നിങ്ങളാണോ ഞാനാണോ അള്ളാഹുവിനെ അംഗീകരിക്കുന്നത്? ആ ചോദ്യം അള്ളാഹു പറഞ്ഞിട്ടുണ്ടോ ഇല്ലയോ? ശൈഖുന കാന്തപുരം ഉസ്താദ് ഞാൻ പറയുന്നു എന്നല്ല പറഞ്ഞത്, കാന്തപുരം ഉസ്താദ് പറയുന്നത് അള്ളാഹു പറയുന്നു. ഈ ലോകത്തെ നിയന്ത്രിക്കുന്നവർ എന്ന് അല്ലാഹു പറഞ്ഞ കൂട്ടർ ആരാണ്? അർവാഹുൽ മുഅ്മിനീൻ, ഔലിയാക്കളുടെ റൂഹുകളാകുന്നു. അല്ലാഹു പറയുന്നു ഈ ലോകത്തെ നിയന്ത്രിക്കുന്നത് അല്ലാഹുവിന്റെ ഔലിയാക്കന്മാരാണെന്നും അല്ലാഹു പറയുന്നു എന്ന ഒരു വാക്ക് നിങ്ങൾ കേട്ടിട്ടും കേൾക്കാത്തതുപോലെ നടിക്കുകയാണോ? എങ്കിൽ പിന്നെ അല്ലാഹു അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ? നിങ്ങളൊന്ന് പഠിച്ചിട്ട് ഒരു വീഡിയോ ഇറക്കിയാൽ പോരെ? പച്ച സഫാഹത്ത് പറയണോ? വിഡ്ഢിത്തം പറയണോ? അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ ഇല്ലയോ? അതാണ് നിങ്ങളെ കുറിച്ച് ഞാൻ തുടക്കത്തിൽ പറഞ്ഞത്. ആ പറഞ്ഞ ആയത്തിനെ നിങ്ങൾ മുക്കി, ആ പറഞ്ഞ ആയത്തിനെ നിങ്ങൾ കട്ടു. വേറെ ഒരു ആയത്ത്, 10ാമത്തെ അധ്യായ സൂറത്ത് യൂനിസിലുള്ള ഒരു ആയത്ത് മാത്രം നിങ്ങൾ ഉദ്ധരിച്ച് വേറെ ഒരു ആയത്ത് നിങ്ങൾ മുക്കുകയാണ്. നിങ്ങൾ യഥാർത്ഥ മുസ്ലിമാണോ? അള്ളാഹുവിന്റെ ഖുർആനിലുള്ള ഒരു ആയത്തിനെ മുക്കുന്ന നിങ്ങൾ ഒരു മുസ്ലിമാണോ ചങ്ങാതി? നിങ്ങളാണോ? പിന്നെ ഗ്രാൻഡ് മുഫ്തി അല്ല, ഇന്ത്യൻ ഗ്രാൻഡ് മുഫ്തിയായിട്ട് മുജാഹിദ് ബാലുശ്ശേരി, അസിസ്റ്റന്റ് ഗ്രാൻഡ് മുഫ്തിയായി സിറാജുൽ ഇസ്ലാം ബാലുശ്ശേരി ആക്കിയാലോ ബെസ്റ്റാവോ? ചങ്ങാതിമാരെ, കോറിയിൽ പണി നടന്നിരുന്ന നിങ്ങളൊക്കെ, കല്ല് വെട്ടി നടന്ന നിങ്ങളൊക്കെ, ആലിമീങ്ങളെയും ഉസ്താദുമാരെയൊക്കെ ട്രോളാൻ വേണ്ടി എവിടെ വളർന്നു നിങ്ങൾ? ഞാൻ ഏതായിരുന്നു വിഷയത്തിലേക്ക് വരികയാണ്. പ്രിയപ്പെട്ടവരെ, ശൈഖുന കാന്തപുരം ഉസ്താദ്, ആ കാന്തപുരം ഉസ്താദ് പറഞ്ഞ വാക്കിനെ മനസ്സിലായിട്ടില്ലെങ്കിൽ ആലിമീങ്ങളോട് ചോദിച്ചു പഠിക്കണ്ടേ? എന്താണ് ഉസ്താദ് അല്ലാഹു അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ? അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ വാക്കാണ് ഫൽ മുദബ്ബിറാത്തി അംറാ. ഫൽ മുദബ്ബിറാത്തി അംറ, എന്താ അതിന്റെ അർത്ഥം മൗലവി? എന്താ മുജാഹിദ് ബാലുശ്ശേരി ഫൽ മുദബ്ബിറാത്തി അംറ എന്ന ഒരു ആയത്ത് വിശുദ്ധ ഖുർആനിൽ ഇല്ലേ? അതെ, വിശുദ്ധ ഖുർആനിന്റെ 10ാമത്തെ
അധ്യായം മാത്രമേ ഉള്ളൂ, സൂറത്ത് യൂനുസ് മാത്രമേ ഉള്ളൂ. ഫൽ മുദബ്ബിറാത്തി അംറാ, ആ ഫൽ മുദബ്ബിറാത്തി അംറാ എന്ന ആയത്ത് വിശദീകരിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട ശൈഖുന കാന്തപുരം ഉസ്താദ് അല്ല പറഞ്ഞത് അർവാഹുൽ മുഅ്മിനീൻ എന്ന്. അർവാഹുൽ മുഅ്മിനീൻ എന്ന് പറഞ്ഞത് ബഹുമാനപ്പെട്ട ഫഖറുദ്ദീൻ റാസി റളിയല്ലാഹു അൻഹുവാണ്. എങ്കിൽ ഫഖറുദ്ദീൻ റാസി തങ്ങളെ അബൂജഹലുമായിട്ട് ചേർത്ത് ട്രോൾ ആക്കുവാൻ ധൈര്യമുണ്ടോ മൗലവി നിങ്ങൾക്ക്? മാത്രമാണോ? വിശദീകരിക്കാൻ സമയമില്ല. ഇമാം ത്വബിരി റളിയല്ലാഹു അൻഹു ഫൽ മുദബ്ബിറാത്തി അംറാ എന്ന് പറഞ്ഞാൽ അത് അല്ലാഹുവിന്റെ മലക്കുകളാണെന്ന് ഇമാം ത്വബിരി രേഖപ്പെടുത്തുകയാണ്. അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട ഫഖറുദ്ദീൻ റാസി റളിയല്ലാഹു അൻഹു മലക്കുകളാണെന്ന വാദം കൊണ്ടുവരുന്നു, നുജൂമാണെന്ന വാദം കൊണ്ടുവരുന്നു. കൂട്ടത്തിൽ കൊണ്ടുവരുന്ന ഒരു വാദമാണ് അർവാഹുൽ മുഅ്മിനീൻ ഫൽ മുദബ്ബിറാത്തി അംറാ, ഈ ലോകത്ത് നിയന്ത്രിക്കുന്നത് അർവാഹുൽ മുഅ്മിനീൻ ആണെന്ന് ശൈഖുന കാന്തപുരം ഉസ്താദ് പറഞ്ഞതല്ല, മറിച്ച് ഇമാം ഫഖറുദ്ദീൻ റാസി റളിയല്ലാഹു അൻഹു പറഞ്ഞതാണ് മൗലവി. എങ്കിൽ പിന്നെ എപി ഉസ്താദ് അവിടെ കട്ടെ. ആദ്യം നിങ്ങൾ റാസി ഇമാമിനെ ട്രോള്, ആദ്യം നിങ്ങൾ ത്വബിരി ഇമാമിനെ ട്രോള്. മാത്രമല്ല ഇമാം നസഫി റളിയല്ലാഹു അൻഹു തന്റെ തഫ്സീർ നസഫിൽ കൊണ്ടുവരുന്നുണ്ട്. എന്തിനടക്കം നിങ്ങളുടെ നേതാവ് ഇബ്നു തൈമിയ്യയുടെ ശിഷ്യനായ ഇബ്നു കസീർ വരെ തന്റെ തഫ്സീറിൽ പറയുന്നു അല്ലാഹുവിന്റെ മലക്കുകളാണ്. അപ്പൊ ലോകത്തെ നിയന്ത്രിക്കുന്ന അല്ലാഹു അല്ലാത്ത അല്ലാഹുവിന്റെ മലക്കുകളാണെന്നും എല്ലാ തഫ്സീറിലും പറയുന്നതിന്റെ പുറമെ ശൈഖുന പറഞ്ഞ അർവാഹുൽ മുഅ്മിനീൻ എന്ന് ഫഖറുദ്ദീൻ റാസി റളിയല്ലാഹു അൻഹു പറയുന്നു. ഫഖറുദ്ദീൻ റാസി നരകത്തിലാണല്ലേ? ഫഖറുദ്ദീൻ റാസി അബൂജഹലിനേക്കാൾ മോശപ്പെട്ടവനാണല്ലേ? ഇമാം ത്വബിരി അബൂജഹലിനേക്കാൾ മോശപ്പെട്ടവനാണല്ലോ? എന്ത് വാദമാ, എന്ത് വാദമാ സാധു നിങ്ങൾ പറയുന്നത്? അള്ളാഹുവിന്റെ ഔലിയാക്കൽ എന്ന് മുഫസ്സിരീങ്ങൾ പറഞ്ഞ ഒരു വാക്കിനെ ശൈഖുന എടുത്ത് പറഞ്ഞതിന്റെ പേരില്, അഥവാ കാന്തപുരം ഉസ്താദ് എടുത്ത് പറഞ്ഞതിന്റെ പേരില് കാന്തപുരം ഉസ്താദിനെ നിങ്ങൾ അബൂജഹലിനേക്കാൾ മോശപ്പെട്ടവരാക്കിയെങ്കിൽ ഇബ്നു കസീറിന്റെ സ്ഥാനം എവിടെ? ഇമാം ത്വബിരിയുടെ സ്ഥാനം എവിടെ? അർവാഹുൽ മുഅ്മിനീൻ എന്ന പച്ച അറബിയിൽ എഴുതി വെച്ച ബഹുമാനപ്പെട്ട ഫഖറുദ്ദീൻ റാസി റളിയല്ലാഹു അൻഹുവിന്റെ സ്ഥാനം എവിടെയാ മൗലവി? നിങ്ങൾ ഏത് കിതാബാ ഓതി പഠിച്ചത്? പ്രിയപ്പെട്ടവരെ, സാന്ദർഭികമായ ഒരു വിഷയം ഞാനൊന്ന് പറയട്ടെ. ഈ ലോകത്തുള്ള എല്ലാം നിയന്ത്രിക്കുന്നത് അല്ലാഹുവാണ്. ആർക്കാ സംശയം? വിശുദ്ധ ഖുർആനിൽ രണ്ട് ശൈലി ഉപയോഗപ്പെടുത്തിയതായി കാണാം. അത് പഠിക്കാത്തതിന്റെ കുഴപ്പമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ലോകത്തെ എല്ലാവരെയും മരിപ്പിക്കുന്നത് അല്ലാഹുവാ. ആർക്കാ തർക്കം? ഈ ലോകത്ത് എല്ലാവരെയും വഫാത്താക്കുന്നത് അല്ലാഹുവാ. പക്ഷേ അസ്റായീൽ അവിടെ ഇടപെടുന്നുണ്ട്. ഈ ലോകത്ത് ഭക്ഷണം കൊടുക്കുന്നതും ഈ ലോകത്ത് മരിപ്പിക്കുന്നതും ഈ ലോകത്ത് ജീവിപ്പിക്കുന്നതും എല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ്. പക്ഷേ എല്ലാ വിഷയത്തിലും അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആനിൽ രണ്ട് രൂപത്തിൽ വിശദീകരിച്ചതായി കാണാം. ഉദാഹരണമായി കൊണ്ട് സൂറത്തു സുമറിന്റെ 42-ാമത്തെ ആയത്ത്, സൂറത്തു സുമറിന്റെ 42-ാമത്തെ ആയത്തിൽ കാണാം എന്താ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്? അല്ലാഹു യതവഫൽ അൻഫുസ ഹീന മൗതിഹാ, ഈ ലോകത്തുള്ള സർവ്വ ശരീരങ്ങളെയും മരിപ്പിക്കുന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആലയാ. സൂറത്തു സുമറിന്റെ 42-ാമത്തെ ആയത്ത് അല്ലാഹു യതവഫൽ അൻഫുസ ഹീന മൗതിഹാ, ഈ ലോകത്തുള്ള സർവ്വ ശരീരങ്ങളെയും നഫ്സുകളെയും അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ് വഫാത്താക്കുന്നത് എന്ന് സൂറത്തു സുമറിന്റെ 42-ാമത്തെ ആയത്തിൽ കാണാം. അപ്പോ ആ അല്ലാഹു സുബ്ഹാനഹു വ തആല തന്നെ സൂറത്തു അൽ അൻആമിലൂടെ പഠിപ്പിക്കുന്നതായി കാണാം. 61-ാമത്തെ ആയത്ത്, വഹുവൽ ഖാഹിറു ഫൗക ഇബാദിഹി വയുർസിലു അലൈക്കും ഹഫളതൻ ഹത്താ ഇദാ ജാഅ അഹദകുമുൽ മൗതു തവഫത്തുഹു റുസുലുനാ വഹും ലാ യുഫരിതൂൻ. സൂറത്തു സുമറിലൂടെ അല്ലാഹു പറയുന്നു അല്ലാഹു യതവഫൽ അൻഫുസ ഹീന മൗതിഹാ. അൽ അൻആം സൂറത്തിൽ അല്ലാഹു പറയുന്നു തവഫത്തുഹു റുസുലുനാ, നമ്മുടെ ദൂതർ അവരെ മരിപ്പിക്കുന്നു, അവരെ വഫാത്താക്കുന്നു. ഇത് വൈരുദ്ധ്യമാണോ? സൂറത്തു സുമറിലൂടെ അല്ലാഹു പഠിപ്പിക്കുന്നു. എങ്കിൽ പിന്നെ മുജാഹിദ് ബാലുശ്ശേരി സൂറത്തു സുമറിലെ ആ ആയത്ത് അല്ലാഹു യതവഫൽ അൻഫുസ ഹീന മൗതിഹാ, ആ ആയത്തെടുത്തിട്ട് ഈ ആയത്ത് ഓതിയിട്ട് വൈരുദ്ധ്യമാണെന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് അല്ലാഹുവിനെ ട്രോളിക്കൂടെ?
അള്ളാഹുവിനെ പരിഹസിച്ചുകൂടെ? അള്ളാഹുവിനെ പുച്ഛിച്ചുകൂടെ? നിങ്ങൾ ഏത് ഖുർആനാ പഠിച്ചത്? നിങ്ങൾ ഏത് ഹദീസാ പഠിച്ചത്? ഏത് ഇമ്മത്തിന് കിതാബ് ഓതിയിട്ടാ നിങ്ങൾ പഠിച്ചത്? അള്ളാഹുവിന്റെ ശൈലി മനസ്സിലാക്കില്ല, റസൂലുള്ളാഹിന്റെ ശൈലിയും അറിയില്ല. അല്ലാഹു തആല സൂറത്തു സുമറിൽ ആദ്യം പറയുന്നു, അല്ലാഹു യതവഫൽ അൻഫുസ, ശരീരങ്ങൾ മരിപ്പിക്കുന്നത് അല്ലാഹുവാണ്. അൽ-അൻആം സൂറത്തിൽ പഠിപ്പിക്കുന്ന അല്ല, എന്റെ പ്രവാചകന്മാരാണ് വഫാത്താക്കുക. രണ്ടും വൈരുദ്ധ്യമാണോ? ഇതേ വിഷയം അൽ-അറാഫ് സൂറത്തിലും അല്ലാഹു തആല പറയുന്നതായി കാണാം 37-ാമത്തെ ആയത്ത്. അതേ വിഷയം സൂറത്ത് മുഹമ്മദിലും 27-ാമത്തെ ആയത്തിൽ അല്ലാഹുവിന്റെ മലക്കുകളാണ് ജനങ്ങളെ മരിപ്പിക്കുന്നത് എന്ന് അല്ലാഹു പറയുന്നതായി കാണാം. ഇവിടെ തർക്കമുണ്ടോ? ഹഖീഖിയായി മരിപ്പിക്കുന്നത് അല്ലാഹുവാണ്, യഥാർത്ഥത്തിൽ മരിപ്പിക്കുന്നത് അല്ലാഹുവാണ്. ഇവരൊക്കെ മാധ്യമങ്ങളാ, മലക്കുകളാണെങ്കിലും അതുപോലുള്ള അമ്പിയാക്കളാണെങ്കിലും ഔലിയാക്കന്മാരാണ്, അതൊക്കെ മാധ്യമങ്ങളാ. അതുകൊണ്ടാണ് ഒരു ആയത്തിൽ അല്ലാഹു മരിപ്പിക്കുന്നു എന്ന് പറയുന്നു, വേറെ ചില ആയത്തുകളിൽ അല്ലാഹുവിന്റെ മലക്കുകൾ, അല്ലാഹുവിന്റെ റുസുലുകൾ അവരാണ് മരിപ്പിക്കുന്നത് എന്ന് പറയുന്നത്. മുജാഹിദ് ബാലുശ്ശേരി ഖുർആൻ വൈരുദ്ധ്യമുണ്ടെന്ന് പറഞ്ഞിട്ട് ജാമിദയുടെ റൂട്ടിലേക്ക് നടന്നാൽ മതി, അത് സുന്നികളുടെ മെക്കട്ടേക്ക് കയറാൻ വരണ്ട. ഖുർആനിൽ വൈരുദ്ധ്യമുണ്ടെന്ന് പറഞ്ഞിട്ട് നടക്ക് വിവരമില്ലാതെ. ഇനി മാത്രമാണോ വമാ റമൈത ഇദ് റമൈത വലാകിന്നല്ലാഹ റമാ? അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ അൻഫാലിന്റെ 17-ാമത്തെ ആയത്തിൽ പഠിപ്പിച്ചില്ലേ, വമാ റമൈത ഇദ് റമൈത വലാകിന്നല്ലാഹ റമാ. സുബ്ഹാനല്ലാഹ്. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങൾ, മുജാഹിദീസത്തിൽ പെട്ടുപോയ, വഹാബിസത്തിൽ പെട്ടുപോയ യഥാർത്ഥ മുഅ്മിനീങ്ങൾ പഠിച്ചു മനസ്സിലാക്കണം. വമാ റമൈത ഇദ് റമൈത, നബിയെ അങ്ങ് എറിഞ്ഞ വേളയിൽ അങ്ങല്ല എറിഞ്ഞത്, വലാകിന്നല്ലാഹ റമാ, മറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ് എറിഞ്ഞത്. വിശുദ്ധ ഖുർആനിന്റെ അൽ-അൻഫാൽ സൂറത്തിലെ 17-ാമത്തെ ആയത്തിൽ കാണാം, അല്ലാഹു പറയുന്നു എറിവ്, അഥവാ ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ബദർ യുദ്ധവേളയിൽ ഒരു പിടി മണ്ണെടുത്തുകൊണ്ട് എറിഞ്ഞ സംഭവം. ആ പിടി മണ്ണെടുത്തത് മുത്തുനബിയാണ്, എറിഞ്ഞത് അള്ളാഹുവിന്റെ റസൂലാണ്. പക്ഷേ അള്ളാഹു പറയുന്നു നിങ്ങളല്ല എറിഞ്ഞത്, അത് ഹഖീഖിയാണ്. ഹഖീഖിയായ എറിയൽ, യഥാർത്ഥ എറിയൽ അള്ളാഹു തആല നടത്തി. മുത്തുനബി കേവലം കാരണം മാത്രമാണ്. അങ്ങനെ നോക്കുമ്പോൾ വിശുദ്ധ ഖുർആനിന്റെ പല ഭാഗങ്ങളിലും ഇനി ഒരാൾ വന്നിട്ട് പറയാം നബിയാണ് എറിഞ്ഞത്, അതിനെന്താ കുഴപ്പം? അല്ല, അള്ളാഹുവാണ് എറിഞ്ഞത്, അതിനെന്താ കുഴപ്പം? രണ്ടും ശരിയാ. നബിയാണ് എറിഞ്ഞത്, ശരിയാണ്. അള്ളാഹുവാണ് എറിഞ്ഞത്, ശരിയാണ്. നബി അല്ല എറിഞ്ഞത്, ശരിയാണ്. അള്ളാഹുവാണ് എറിഞ്ഞത്, ശരിയാണ്. എല്ലാം അള്ളാഹുവിലേക്ക് ചേർത്തി പറയണം, പടപ്പുകളിലേക്ക് ചേർത്തി പറയാം, പറയാതിരിക്കാം. എറിഞ്ഞു എന്ന് പറയാം, ഓക്കെ. എറിഞ്ഞില്ല എന്നും പറയാം. ഏതുപോലെ അള്ളാഹുവാണ് മരിപ്പിച്ചത്, അസ്രായീലാണ് മരിപ്പിച്ചത്, രണ്ട് ശരിയാണ്. അസ്രായീലല്ല മരിപ്പിച്ചത്, അള്ളാഹുവാണ് മരിപ്പിച്ചത്, അതാണ് കറക്റ്റ്. അപ്പൊ ഹഖീഖിയായ മരിപ്പിക്കൽ അല്ലാഹുവാണ്, യഥാർത്ഥ എറിയൽ അല്ലാഹുവാണ്. അസ്രായീൽ കാരണമാണ്, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കാരണമാണ്. അതേപോലെ ഈ ലോകത്തെ നിയന്ത്രിക്കുന്നത് യഥാർത്ഥത്തിൽ അല്ലാഹ്, യഥാർത്ഥത്തിൽ അല്ലാഹ്, യഥാർത്ഥത്തിൽ അല്ലാഹ്. പക്ഷേ ചില മാധ്യമങ്ങളുണ്ട്, അത് മലക്കുകൾ മാധ്യമങ്ങളാണ്, അല്ലാഹുവിന്റെ ഔലിയാക്കന്മാർ മാധ്യമങ്ങളാണ്. അവർ യഥാർത്ഥത്തിൽ തദ്ബീറിന്റെ അവകാശികളല്ല, യഥാർത്ഥത്തിൽ തസ്രീഫിന്റെ അവകാശികളല്ല. ശരിക്ക് തസറുഫാത്ത് ചെയ്യുന്നത് അല്ലാഹുവാണ്, യഥാർത്ഥത്തിൽ നിയന്ത്രിക്കുന്നത് അല്ലാഹുവാണ്. ഇതാരാ പറഞ്ഞത്? വിശുദ്ധ ഖുർആൻ. വിശുദ്ധ ഖുർആനാ പറഞ്ഞത്. അതിലേക്ക് ഞാൻ വരുന്നു. ഇനി നമുക്ക് സൂറത്തുൻ നജ്മ്, സൂറത്തുൻ നജ്മിന്റെ 43-ാമത്തെയും 44-ാമത്തെയും ആയത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, വഅന്നഹു ഹുവ അൽഹഖ വഅബ്ക വഅന്നഹു ഹുവ അമാത വഅഹിയ വഅന്നഹു ഖലഖ അസ്സൗജൈനി അസ്സകറ വൽ ഉൻസാ. സൂറത്തുൻ നജ്മ് 43-44 ആയത്തുകളിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, ചിരിപ്പിക്കുന്നവൻ അല്ലാഹുവാണ്, കരയിപ്പിക്കുന്നവൻ അല്ലാഹുവാണ്, മരിപ്പിക്കുന്നവൻ അല്ലാഹുവാണ്, ജീവിപ്പിക്കുന്നവൻ അല്ലാഹുവാണ്. അങ്ങനെ തുടർന്ന് ഇഷ്ടം പോലെ അതേ പ്രവർത്തനങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് ചേർത്തി പറയുന്നുണ്ടെങ്കിൽ ആ അല്ലാഹു തആല തന്നെ സൂറത്തു ആലു ഇംറാനിന്റെ 49-ാമത്തെ ആയത്ത്, സൂറത്തു ആലു
ഇംറാനിന്റെ 49-ാമത്തെ ആയത്ത് സൂറത്തു നജ്മിൽ പറയുന്നു, ജീവിപ്പിക്കുന്നത് അല്ലാഹുവാണ്, മരിപ്പിക്കുന്നത് അല്ലാഹുവാണ്, ചിരിപ്പിക്കുന്നത് അല്ലാഹുവാണ്, കരയിപ്പിക്കുന്നത് അല്ലാഹുവാണ്, ആണിനെയും പെണ്ണിനെയും വേർതിരിച്ച് സൃഷ്ടിക്കുന്നത് അല്ലാഹുവാണ്. ആ അല്ലാഹു സൂറത്തു ആലു ഇംറാനിന്റെ 49-ാമത്തെ ആയത്തിൽ അല്ലാഹു പറയുന്നു, വറസൂലൻ ഇലാ ബനി ഇസ്രായീല എന്ന് തുടങ്ങുന്ന സുദീർഘമായ ആയത്തിന്റെ മധ്യഭാഗത്ത് അല്ലാഹു പറയുന്നു, വഉബ്രിഉൽ അക്മഹ, ആരെക്കുറിച്ച്? ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ കുറിച്ച് പറയുന്നു. വഉബ്രിഉൽ അക്മഹ വൽ അബ്റസ വഉഹ്യിൽ മൗതാ ബിഇദ്നില്ലാഹ്. സുബ്ഹാനല്ലാഹ്. സൂറത്തു നജ്മിൽ പറയുന്നു, മരിപ്പിക്കുന്നവൻ അല്ലാഹുവാണ്, ജീവിപ്പിക്കുന്നവൻ അല്ലാഹുവാണ്. എങ്കിൽ ആലു ഇംറാനിന്റെ 49-ാമത്തെ ആയത്തിൽ പറയുന്നു, വഉബ്രിഉൽ അക്മഹ വൽ അബ്റസ, കുഷ്ഠരോഗവും വെള്ളപ്പാണ്ടും ഞാൻ മാറ്റിക്കൊടുക്കുന്നു. വഉഹ്യിൽ മൗതാ ബിഇദ്നില്ലാഹ്, അല്ലാഹുവിന്റെ അനുമതി പ്രകാരം, അല്ലാഹുവിന്റെ അനുമതിയോടുകൂടി മരിച്ചവരെയും ഞാൻ ജീവിപ്പിക്കുന്നു. ആലു ഇംറാനിൽ ഈസാ നബി ജീവിപ്പിക്കുന്നു അല്ലാഹുവിന്റെ അനുവാദത്തോടുകൂടി. സൂറത്തു നജ്മിൽ അല്ലാഹു ജീവിപ്പിക്കുന്നു എന്ന് പറയും. രണ്ട് വൈരുദ്ധ്യമാണോ? മുജാഹിദ് ബാലുശ്ശേരി, ഖുർആൻ എന്തെന്നറിയാത്ത കോറയിൽ പണിയെടുത്തിരുന്ന മുജാഹിദ് ബാലുശ്ശേരി, ഇത് രണ്ടും വൈരുദ്ധ്യമാണോ? വൈരുദ്ധ്യമാണോ? അല്ലേ അല്ല, ഇത് മാധ്യമമാണ്. ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം മരിച്ചവരെ ജീവിപ്പിച്ചത് അത് മാധ്യമമാണ്, അള്ളാഹുവിന്റെ അനുമതി പ്രകാരമാണ്. ഇതേപോലെയാണ് CM വലിയുല്ലാഹി തങ്ങളും മരിച്ചവരെ ജീവിപ്പിച്ചിട്ടുണ്ടെങ്കിലും അള്ളാഹുവിന്റെ അനുമതി പ്രകാരമാണ്. ചൊല്ലില്ല ഞാനൊന്നും എന്നോട് ചൊല്ലാതെ, ചൊല്ല് നീ എന്റെ അമാനിൽ അതെന്നോവരും. ഹബീബായ തങ്ങൾ പോലും അള്ളാഹുവിന്റെ അനുമതിയില്ലാതെ ഒന്നും ചെയ്യാറില്ല. അള്ളാഹുവിന്റെ ഔലിയാക്കന്മാർ അള്ളാഹുവിന്റെ അനുമതിയില്ലാതെ ഒന്നും ചെയ്യാറില്ല. ഈസാ നബി അലൈഹിസ്സലാം ബിഇദ്നില്ലാഹ്, അല്ലാഹുവിന്റെ അനുവാദത്തോടുകൂടി മരിച്ചവരെ ജീവിപ്പിച്ചെങ്കിൽ എന്തേ CM വലിയുല്ലാഹി തങ്ങൾക്ക് അല്ലാഹുവിന്റെ അനുമതിയോടുകൂടി ജീവിപ്പിക്കാൻ പറ്റില്ല എന്ന് ഫത്വ കൊടുക്കാൻ നിങ്ങൾ ആരാണ് മൗലവി? നിങ്ങൾക്ക് വല്ല ഖുർആനും അറിയുമോ? ഈ ലോകത്ത് മരിപ്പിക്കുന്ന ഹഖീഖി യാഥാർത്ഥ്യമായിട്ട് അല്ലാഹുവാ, യഥാർത്ഥ മരിപ്പിക്കൽ അല്ലാഹുവാ. പക്ഷേ പലരും മാധ്യമങ്ങൾ മുഖേന പലതും ഇവിടെ സംഭവിക്കാം. അതുകൊണ്ടാണ് സൂറത്തു നജ്മിൽ അല്ലാഹു മരിപ്പിക്കുന്നു എന്ന് പറഞ്ഞിട്ട് ആ അല്ലാഹു തന്നെ സൂറത്തു ആലു ഇംറാനിൽ ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം അല്ലാഹുവിന്റെ അനുമതി പ്രകാരം, അനുമതി എന്നുള്ളത് ഈസാ നബിക്ക് മാത്രമല്ല ലോകത്തുള്ള എല്ലാ അമ്പിയാക്കന്മാർക്കും ഔലിയാക്കന്മാർക്കും ബാധകമാണ്. ആ ബാധകമായ ഒരു ഷർത്തോടുകൂടി CM വലിയുല്ലാഹി തങ്ങൾ മരിപ്പിച്ചവരെ ജീവിപ്പിച്ചാൽ ഇവിടെ എന്ത് തകരാറാണുള്ളത്? ഏത് തൗഹീദിനാ കോട്ടം? എവിടെയാ ശിർക്ക്? എവിടെയാണ് ഖുർആനിന്റെ വിരോധികളാവുക? ഇനി നമ്മുടെ മൗലവി സൂറത്ത് യൂനിസിലെ ഒരായത്ത് ഓതിക്കൊണ്ട് അതിന് വേറെ ഒരായത്ത് കൂടിയുണ്ട്. മൗലവി, നിങ്ങൾ എന്തിനാണ് യഥാർത്ഥ യുക്തിവാദികളുടെ പണി നിങ്ങൾ എടുക്കുന്നത്? യുക്തിവാദികളുടെ പണി നിർത്തിയിട്ട് യഥാർത്ഥ മുസ്ലിമീങ്ങളായിട്ട് ജീവിച്ചുകൂടെ നിങ്ങൾക്ക്? 18-ാമത്തെ വയസ്സിൽ ഞാൻ നിങ്ങളെ മുമ്പിൽ നിന്നിട്ട് 5 മണിക്കൂറോളം സംവാദം നടത്തിയിട്ട് 18 വയസ്സുള്ള എന്റെ മുമ്പിലും നിങ്ങൾ പതറിപ്പോയത്, നിങ്ങൾ ആ വീഡിയോ അതേ റെക്കോർഡ് ചെയ്തു വെച്ചിട്ട് പോലും നിങ്ങൾ അതിനെ പുറത്തേക്ക് കൊണ്ടുവരാത്തത് നിങ്ങളുടെ ദാരുണമായ പരാജയമാണ് കേട്ടോ. അന്ന് നിങ്ങളെ ക്വാളിറ്റി നമ്മൾ മനസ്സിലാക്കിയതാണ്. എന്നിട്ടാണ് നിങ്ങൾ ശൈഖുന കാന്തപുരം ഉസ്താദിനെ മെക്കട്ടേക്ക് കയറാൻ വേണ്ടി വരുന്നത്. സുബ്ഹാനല്ലാഹ്, നിങ്ങൾ എത്രത്തോളം ഉണ്ടെന്ന് സാധുവായി എനിക്കറിയാം. ഏതായിരുന്നാലും സൂറത്ത് യൂനിസ്, ആ സൂറത്ത് യൂനിസിൽ മൂപ്പരൊരു ആയത്ത് ഓതിക്കൊണ്ട് അർത്ഥം വെക്കുകയാ. സൂറത്ത് യൂനിസിന്റെ 31-ാമത്തെ ആയത്ത്, ഖുൽ മൻ യർസുഖുകും മിനസ് സമാഇ വൽ അർദ് അമ്മൻ യംലികു സമഅ വൽ അബ്സാർ വമൻ യുഖ്രിജുൽ ഹയ്യ മിനൽ മയ്യിതി വയുഖ്രിജുൽ മയ്യിത മിനൽ ഹയ്യി വമൻ യുദബ്ബിറുൽ അംറാ. ഈ വമയുദബ്ബിറുൽ അംറ എന്ന വാക്കിന്റെ മുമ്പ് അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിച്ച പലതിനും അല്ലാഹു അല്ലാത്തവർ ഈ ലോകത്ത് ചെയ്യുന്നു എന്ന് അല്ലാഹു തആല തന്നെ പറഞ്ഞതാണ് മുമ്പ് ഞാൻ വിശദീകരിച്ചു പോയത്. വമയുദബ്ബിറുൽ അംറ, ഞാൻ തുടക്കത്തിൽ പറഞ്ഞു, ചില ആയത്തുകൾ അംഗീകരിക്കുകയും വേറെ ചില ആയത്തുകളെയും തള്ളുകയും ചെയ്യുന്ന ജൂതന്മാരുടെ ശൈലിയാണ്, യുക്തിവാദികളുടെ നിരീശ്വരവാദികളുടെ ശൈലിയാണ്
വ്യക്തിയാണ് മുജാഹിദ് ബാലുശ്ശേരി എന്ന മുജാഹിദ് പ്രസ്ഥാനത്തില് വല്ലാതെ നുണ പറയുന്ന, അള്ളാഹുവിന്റെ മേലിൽ, വിശുദ്ധ ഖുർആനിന്റെ പേരിൽ, അള്ളാഹുവിന്റെ റസൂലിന്റെ പേരിൽ, ഇമാമീങ്ങളുടെ പേരിൽ ഒരു നുണ പറയാനും മടിയില്ലാത്ത, ലജ്ജയില്ലാത്ത, ഉളുപ്പില്ലാത്ത ഈ മുജാഹിദ് ബാലുശ്ശേരി വമയ്യുദബ്ബിറുൽ അംറ എന്ന ആ ആയത്തിന്റെ ശകലം മാത്രം വിശദീകരിച്ച് വേറെ ഒരായത്തിന് അയാൾ മൂടിവെക്കുന്നു. അയാളാണ് മറുപടി പറയേണ്ടത്. വമയ്യുദബ്ബിറുൽ അംറ എന്ന ആയത്ത് വിശദീകരിച്ചുകൊണ്ട് നിങ്ങൾ വ്യാഖ്യാനിച്ചുവെങ്കിലും ഫൽ മുദബ്ബിറാത്തി അംറ, ഫൽ മുദബ്ബിറാത്തി അംറ എന്ന ആയത്ത് വിശദീകരിക്കുവാൻ മുജാഹിദ് ബാലുശ്ശേരി ധൈര്യമുണ്ടോ നിങ്ങൾക്ക്? ആണത്തമുണ്ടോ നിങ്ങൾക്ക്? ശൈഖുന കാന്തപുരം ഉസ്താദിന്റെ മെക്കട്ടേക്ക് കയറുന്നതിന്റെ മുമ്പ് അള്ളാഹുവിനെ നിങ്ങൾ ആദ്യം ട്രോളിയിട്ട് വന്നാൽ മതി. അള്ളാഹു അല്ലേ വൈരുദ്ധ്യം പറയുന്നത്? വമയ്യുദബ്ബിറുൽ അംറ, ഈ ലോകത്തുള്ള സർവ കാര്യങ്ങളെയും നിയന്ത്രിക്കുന്നവൻ ആരാണ്? ഫസയഖൂലൂന അല്ലാഹ്. അവരെല്ലാവരും മക്ക മുശ്രിക്കീങ്ങൾ മുഴുവനും അവർ ഒറ്റ സ്വരത്തിൽ പറയുന്നു അല്ലാഹു ആണ്. ഫഖുൽ ഫലാ തത്തഖൂൻ, നിങ്ങൾക്ക് സൂക്ഷ്മതയോടുകൂടി ജീവിച്ചുകൂടെ? അല്ലാഹുവിനെ നാവ് കൊണ്ട് പറയുകയും നിങ്ങൾ ഹൃദയാന്തരങ്ങളിലും പ്രവർത്തനങ്ങളിലും അല്ലാഹുവിനോട് ശത്രുതാ മനോഭാവം വെച്ച് ജീവിക്കുന്ന ആ ഒരു സ്വഭാവം നിർത്തിക്കൂടെ? അംറ. ഓ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, വഹാബിസത്തിൽ പെട്ടുപോയ മുസ്ലിമീങ്ങളെ, നിങ്ങളോട് ഞാനൊന്ന് ചോദിക്കട്ടെ. വമയ്യുദബ്ബിറുൽ അംറ എന്ന ആയത്ത് ഓതിയിട്ട് ഫൽ മുദബ്ബിറാത്തി അംറ എന്ന വേറെ ഒരു ആയത്തിലെ വിശുദ്ധ ഖുർആനിൽ എന്തേ ആ ആയത്തിന് ഈ മുജാഹിദ് ബാലുശ്ശേരി തൊടാത്തത്? എന്തുകൊണ്ട് അതിന് അർത്ഥം വെക്കാത്തത്? വമയ്യുദബ്ബിറുൽ അംറ എന്ന ആയത്തിന് അംഗീകരിക്കുകയും ഫൽ മുദബ്ബിറാത്തി അംറ എന്ന അന്നാസിറാത്ത് സൂറത്തിലെ ആ ആയത്തിനെ തള്ളുകയും ചെയ്യുന്ന, അഞ്ചാമത്തെ ആയത്തിനെ തള്ളുകയും ചെയ്യുന്ന ഈ മുജാഹിദ് ബാലുശ്ശേരി മുസ്ലിമാണോ? ഈ മുജാഹിദ് ബാലുശ്ശേരി ശിർക്കിലേക്കും അതേ നിരീശ്വരവാദത്തിലേക്കും യുക്തിവാദത്തിലേക്കുമല്ലേ പോയിക്കൊണ്ടിരിക്കുന്നത്? ഫൽ മുദബ്ബിറാത്തി അംറ. സൂറത്ത് യൂനിസിൽ 31-ാമത്തെ ആയത്തിൽ അള്ളാഹു ചോദിക്കുകയാണ് വമയ്യുദബ്ബിറുൽ അംറ, ഈ ലോകത്ത് കാര്യങ്ങളെ നിയന്ത്രിക്കുന്നവനാരാ? അള്ളാഹുവാണ്. ആ അല്ലാഹു തആല തന്നെ സൂറത്തുൻ നാസിആത്തിലെ 5-ാമത്തെ ആയത്തിൽ പറയുന്നു ഫൽ മുദബ്ബിറാത്തി അംറാ. രണ്ടും തുല്യമല്ലേ? വമയ്യുദബ്ബിറുൽ അംറ, ഇവിടെ ഫൽ മുദബ്ബിറാത്തി അംറാ. ഇത് വിശദീകരിക്കും മൗലവി. മുജാഹിദ് ബാലുശ്ശേരി വിശദീകരിക്ക. ഖുർആനിലെ ഒരായത്ത് കക്കുകയും മറായത്തിന് സ്വീകരിക്കുകയും ചെയ്യുന്ന നിങ്ങൾ ജൂതന്മാരുടെ പണിയല്ലേ എടുക്കുന്നത്? ജൂതായുസത്തിന്റെ പണിയും എടുത്തിട്ടാണോ ശൈഖുന കാന്തപുരം ഉസ്താദിന്റെ മെക്കട്ടേക്ക് കയറാൻ വരുന്നത്? കാന്തപുരം ഉസ്താദിന്റെ ചെരുപ്പെടുക്കാൻ പോലും നിങ്ങൾക്ക് അവകാശമുണ്ടോ? ജൂതന്മാരുടെ പണിയെടുത്തിട്ട് ശൈഖുന കാന്തപുരം ഉസ്താദിനെ കുറ്റപ്പെടുത്താൻ വേണ്ടി വരിക. ഫൽ മുദബ്ബിറാത്തി അംറ, അർത്ഥം പറ. ഫൽ മുദബ്ബിറാത്തി അംറ, ഈ ലോകത്തെ കാര്യങ്ങൾ നിയന്ത്രിക്കുന്നവരെ തന്നെയാണ് സത്യം. ജംഅല്ലേ, ബഹുവചനമല്ലേ? അള്ളാഹുവിനെ കുറിച്ച് ഒരിക്കൽ ബഹുവചനം പറയാൻ പറ്റൂലല്ലോ. അള്ളാഹു വാഹിദല്ലേ, അള്ളാഹു അഹദല്ലേ, അള്ളാഹു സമദാണ്. ഒരിക്കലും ഫൽ മുദബ്ബിറാത്തി അംറ, ഈ ലോകത്തെ കാര്യങ്ങൾ നിയന്ത്രിക്കുന്നവർ എന്നതിൽ അള്ളാഹുവിനെ ഒരിക്കലും കൊണ്ടുവരാൻ പറ്റൂല. കാരണം ജംആണ്. അള്ളാഹു ഏകനാണ്, അവന് തുല്യനില്ല, അവൻ സമക്കാരില്ല, അവൻ ഏകനാണ്. അതുകൊണ്ട് തന്നെ ഫൽ മുദബ്ബിറാത്തി അംറ, അതിന്റെ തഫ്സീർ എടുത്ത് പരതി നോക്ക് മൗലവി. അതിന്റെ തഫ്സീർ എടുക്ക്. ബഹുമാനപ്പെട്ട ഫഖറുദ്ദീൻ റാസിയുടെ അത്തഫ്സീറുൽ കബീർ തഫ്സീർ എടുത്ത് പരതി നോക്ക്. അതിലെന്തൊക്കെ വ്യാഖ്യാനങ്ങളാണ് പറഞ്ഞിട്ടുള്ളത്? മലായിക്കത്താണെന്ന വാദം പറയുന്നുണ്ട്, നുജൂമാണ് നക്ഷത്രങ്ങളാണെന്ന വാദം പറയുന്നുണ്ട്. അല്ല, നല്ല അർവാഹാണ്, നല്ല അർവാഹാണ്, അതാണ് അർവാഹുൽ മുഅ്മിനീൻ, നല്ല റൂഹുകളാണെന്ന വാദവും പറയുന്നുണ്ട്. ഒന്നും പഠിക്കൂല. വമയ്യുദബ്ബിറുൽ അംറ എന്ന ആയത്ത് സ്വീകരിക്കുക, ഫൽ മുദബ്ബിറാത്തി അംറ എന്ന ആയത്തിനെ തള്ളുക. നിങ്ങൾ എന്തേ ഈ ആയത്ത് കാണാത്തവരാ? ഈ ആയത്ത് അറിയാത്തവരാ? നിങ്ങൾ മൂടിവെക്കുകയാ, ജൂതന്മാരുടെ പണിയെടുക്കുകയാ. എങ്ങനെയെങ്കിലും ലോക മുസ്ലിമീങ്ങൾ മുശ്രിക്കാക്കണം എന്നിട്ടിങ്ങനെ ചിത്രീകരിക്കുക. നാളെ പരലോകത്ത് അബൂജഹല് വരുമ്പോ ബഹുമാനപ്പെട്ട ശൈഖുന കാന്തപുരം ഉസ്താദിനെ കാണുമ്പോൾ അവര് തമ്മിലുള്ള സംഭാഷണം ഇൻഷാ അല്ലാഹ് ആ സംഭാഷണം നിങ്ങൾക്കാണ് യോജിക്കുക. നാളെ പരലോകത്ത് മുജാഹിദ് ബാലുശ്ശേരി എന്ന ഖുർആനിലെ ആയത്തുകൾ കട്ട നിങ്ങളെ കാണുമ്പോ അബൂജഹല് പിടിച്ചു
നിർത്തിയിട്ട് നിങ്ങളെന്ത് മുസ്ലിമാണ്, അള്ളാന്റെ ഖുർആനിലെ ആയത്തുകൾ വരെ കക്കുന്ന തരത്തിലേക്ക് നിങ്ങൾ ഉഷാറായിട്ടുണ്ടല്ലോ എന്ന് നിങ്ങളോടായിരിക്കും അബൂജഹൽ സംസാരിക്കുക. സംശയം വേണ്ട. അബൂജഹലുമായിട്ടുള്ള സംവാദമൊക്കെ സ്വപ്നം കാണുന്ന നിങ്ങളും അബൂജഹലിന്റെ സന്തത സഹചാരി തന്നെയാണ്. എന്താ അബൂജഹലിനെ കുറിച്ച് പറയുമ്പോ ഞാൻ ഭയങ്കര ഈമാനുള്ള ആളാ. ആരെ കുറിച്ച്? അള്ളാഹു മഹാ മുശ്രിക്കാണെന്നും കാഫിറാണെന്നും പറഞ്ഞ അബൂജഹലിനെ കുറിച്ച് മുജാഹിദ് ബാലുശ്ശേരി പറയുന്നു ഞങ്ങൾ ഭയങ്കര ഈമാനുള്ള ആളാണ്. ആരെ സർട്ടിഫിക്കറ്റ്? മുജാഹിദ് ബാലുശ്ശേരി. ആർക്കുള്ള സർട്ടിഫിക്കറ്റ്? അബൂജഹൽ ലഅനത്തുല്ലാഹി അലൈഹിക്കുള്ള സർട്ടിഫിക്കറ്റ്. നിങ്ങളൊക്കെ ഒരു പ്രസ്ഥാനമാണെന്ന ഞങ്ങളെ വാദം. നിങ്ങളെ നേതാവ് അബൂജഹല, അബൂജഹലിന് അനുയായിയാ നിങ്ങൾ ജൂദായിസത്തിലേക്ക് ആൾക്കാരെ കൊണ്ടുപോയി കൊണ്ടിരിക്കുകയാണ്. അല്ല എങ്കിൽ അടുത്ത വീഡിയോയിൽ അംറ എന്ന് അല്ലാഹു പറഞ്ഞെങ്കിലും അല്ലാഹു തആല നാളെ മഹ്ശറിൽ വരുമ്പോ ഇങ്ങനെ കഥ വെച്ചുകൂടെ മൗലവി? അല്ലാഹു നാളെ മഹ്ശറിൽ വരുമ്പോഴേ അല്ലാഹു തആലയെ അബൂജഹൽ പിടിച്ചു നിർത്തും. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. നമ്മളങ്ങനെ പറയില്ല. നിങ്ങൾക്കൊത്ത് അബൂജഹൽ അള്ളാഹിനെ പിടിച്ചു നിർത്തിയിട്ട് പറയാണ് ഈ ലോകത്തെ നിയന്ത്രിക്കുന്നത് അള്ളാഹു ആണെന്നാണ് ഞാൻ പറയുന്നത്. പക്ഷെ അള്ളാഹു ആകുന്ന നിങ്ങൾ ഫൽമുദബ്ബിറാത്തി അംറ, ഈ ലോകത്ത് നിയന്ത്രണം പലരും ഉണ്ടെന്നാണല്ലോ സൂറത്ത് നാസിആത്തിൽ പറയുന്നത് എന്ന് പറഞ്ഞിട്ട് അബൂജഹലിനും അള്ളാഹുവിനെ ട്രോളുന്നതായിട്ടും നിങ്ങൾക്ക് ചിത്രീകരിച്ചുകൂടെ മൗലവി? അള്ളാഹുവിനെ ട്രോളിക്കൂടെ നിങ്ങൾക്ക്? ഫൽമുദബ്ബിറാത്തി അംറ എന്ന് പറഞ്ഞ അള്ളാഹു അല്ലേ? ഈ ലോകത്ത് പലരും നിയന്ത്രണം ഏറ്റെടുത്തിട്ടുണ്ട്. അത് മലായിക്കത്ത് എന്ന അഭിപ്രായമുണ്ട്, നുജൂം എന്ന അഭിപ്രായമുണ്ട്, അർവാഹാണെന്ന അഭിപ്രായമുണ്ട്. എങ്കിൽ പിന്നെ അള്ളാഹുവിനെ ട്രോളിക്കൂടെ? ഏതായിരുന്നാലും പ്രിയപ്പെട്ടവരെ, ഈ ലോകത്തുള്ള മൗലവിമാർ വഹാബികൾക്ക് ഒന്നും തിരിയില്ല. കുറ്റപ്പെടുത്തുകയില്ല, പഠിച്ചിട്ടില്ല. അവരൊക്കെ എന്തൊക്കെയോ ജോലികൾ ചെയ്തുകൊണ്ട് ഇസ്ലാമിനെ താറടിക്കുവാൻ വേണ്ടി രംഗപ്രവേശനം ചെയ്തവരാണ്. ഇവിടെ നടക്കുന്ന പ്രവർത്തനങ്ങൾ മുഴുവനും ഒറ്റ വാക്കിൽ ബഹുമാനപ്പെട്ട ഇബ്നു ഹജറിൽ ഹൈതമി റളിയല്ലാഹു അൻഹു അൽ ഫതാവൽ ഹദീസിയയുടെ 5-ാമത്തെ പേജിൽ വിശദീകരിക്കുന്നതായി കാണാം. അതാ ചില സ്ഥലത്ത് വിശുദ്ധ ഖുർആനിൽ കാണാം അല്ലാഹുവാണ് മരിപ്പിക്കുന്നത്. വേറെ ചില സ്ഥലത്ത് കാണാം അള്ളാഹുവിന്റെ മലക്കുകളാണ് മരിപ്പിക്കുന്നത്. ഒരു സ്ഥലത്ത് കാണാം അള്ളാഹുവാണ് ഈ ലോകത്ത് നിയന്ത്രിക്കുന്നത്. വേറെ ചില സ്ഥലത്ത് കാണാം ഫൽമുദബ്ബിറാത്തി അംറ, അള്ളാഹുവിന്റെ മലക്കുകളും അള്ളാഹുവിന്റെ ഔലിയാക്കന്മാരുമാണ് ഈ ലോകത്ത് നിയന്ത്രിക്കുന്നത്. ഇതിന്റെ അർത്ഥം എന്താണ്? അത് മനസ്സിലാക്കും മൗലവി. ആ അർത്ഥമാണ് ബഹുമാനപ്പെട്ട ഇബ്നു ഹജറിൽ ഹൈതമി റളിയല്ലാഹു അൻഹു അൽ ഫതാവൽ ഹദീസിയയുടെ 5-ാമത്തെ പേജിലൂടെ വിശദീകരിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ചില ഭാഗങ്ങളിൽ മലക്കുൽ മൗത്തിലേക്ക് വഫാത്തിനെ ചേർത്തി പറയാറുണ്ട്. ലിഅന്നഹു യതവല്ലാഹു ബിൽ വസാഇതി വൽ മുബാശറ, അത് മാധ്യമം എന്ന നിലക്ക് മാത്രമാണ്. ചില സ്ഥലത്ത് അസ്റായീൽ മരിപ്പിക്കുന്നു എന്ന് പറഞ്ഞാൽ, ചില സ്ഥലത്ത് മലക്കുകൾ മരിപ്പിക്കുന്നു എന്ന് പറഞ്ഞാൽ അവര് കാരണക്കാരി എന്ന നിലക്കാണ്. ഫഉളീഫ ഇലൈഹി കമാ ഉളീഫൽ ഖൽഖു ലിൽ മലക് ഫീ ഖബരി മുസ്ലിമിൻ. ഒരു മുസ്ലിം റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ ഗർഭാശയത്തിലുള്ള കുട്ടിക്ക് രൂപം കൊടുക്കുന്നതും കൈകാലുകൾ സമ്മാനിക്കുന്നതും ജീവൻ കൊടുക്കുന്നത് വരെ മലക്കാണെന്ന് സ്വഹീഹായ ഹദീസിൽ വന്നിട്ടില്ലേ? അത് മാധ്യമം എന്ന നിലക്കാണ് അല്ലാഹു തആല പറയാറുള്ളത്. പക്ഷേ ശരിക്ക് ജീവൻ കൊടുക്കുന്നത് അല്ലാഹ്, ശരിക്ക് മരിപ്പിക്കുന്നത് അല്ലാഹ്, ശരിക്ക് പടക്കുന്നത് അല്ലാഹ്, ഭക്ഷണം കൊടുക്കുന്നത് അല്ലാഹ്. മലക്കുകൾ കാരണങ്ങൾ മാത്രമാണ്, വസായിത്ത് മാത്രമാണ്. എന്നിട്ട് അവസാനം പറയുന്നു ലിമാ തഖററ അന്നൽ മൂജിദ ഹഖീഖതൻ ഹുവ അല്ലാഹു തആല. സുബ്ഹാനല്ലാഹ്. ഈ ലോകത്ത് എല്ലാറ്റിനെയും നിർമ്മിക്കുന്നത് ഹഖീഖതൻ, യഥാർത്ഥത്തിൽ നിർമ്മിക്കുന്നത് ഹുവ അല്ലാഹു തആല, അല്ലാഹു തആല മാത്രമാണ്. വ അന്ന മലക്കൽ മൗതി വാസിതത്തുൻ ഫഖത്ത്, മലക്കുകൾ കേവലം മാധ്യമങ്ങൾ മാത്രമാണ്. ഈ ലോകത്ത് എല്ലാം പടക്കുന്നതും എല്ലാവരെയും മരിപ്പിക്കുന്നതും അല്ലാഹു തആലയാണ് ഹഖീഖിയായിട്ട് യാഥാർത്ഥ്യമായിട്ട്. ഇതേപോലെ തന്നെയാണ് ഈ ലോകത്തെ യഥാർത്ഥത്തിൽ നിയന്ത്രിക്കുന്നത് അല്ലാഹ്. മറിച്ച് മലക്കുകളും അല്ലാഹുവിന്റെ ഔലിയാക്കന്മാരും കേവലം മാധ്യമങ്ങൾ മാത്രമാകുന്നു കേട്ടോ. ഇത് തന്നെയാണ് ലോകത്തുള്ള എല്ലാ വിഷയങ്ങളും. മനസ്സിലാക്കണമെന്ന് അവസാനം ബഹുമാനപ്പെട്ട ഇബ്നു ഹജറിൽ ഹൈതമി അവസാനം പറയുന്നു. വൽ ഹാസിലു, രത്ന ചുരുക്കം, അന്നല്ലാഹു സുബ്ഹാനഹു വ തആല, അല്ലാഹു സുബ്ഹാനഹു വ തആല ഹുവൽ ഖാബിദു, അവനാണ് പിടിക്കുന്നത് ലി അർവാഹി ജമീഇൽ ഖൽഖി ബിൽ ഹഖീഖ,
യഥാർത്ഥത്തിൽ ലോകത്തുള്ള എല്ലാവരുടെയും റൂഹുകൾ പിടിച്ചു മരിപ്പിക്കുന്നത് അല്ലാഹുവാണ്. വഅന്ന മലക്കൽ മൗതി വഅഅവാനഹു, അസ്റായീലും അസ്റായീലിന്റെ സഹായികളും ഇന്നമാഹും വസായിതു, അവർ കേവലം മാധ്യമങ്ങൾ മാത്രമാണ്. വകദൽ ഖൗലു ഫീ സായിരിൽ അസ്ബാബിൽ ആദിയാ, ഇതേ പ്രകാരമാണ് ബാക്കിയുള്ള എല്ലാ വിഷയങ്ങളിലും പറയാനുള്ളത്. ഈ ലോകത്തെ നിയന്ത്രിക്കുന്നു എന്ന വിഷയം വന്നാലും യഥാർത്ഥത്തിൽ നിയന്ത്രിക്കുന്നത് അല്ലാഹ്. കാരണങ്ങളാണ് മാധ്യമങ്ങളാണ് മലക്കുകൾ, കാരണങ്ങളാണ് മാധ്യമങ്ങളാണ് അമ്പിയാക്കൾ, കാരണങ്ങളും മാധ്യമങ്ങളുമാണ് ഔലിയാക്കന്മാരും. വകദൽ ഖൗലു ഫീ സായിരിൽ അസ്ബാബിൽ ആദിയത്തി ഫഇന്നഹാ ബിഇഹ്ദാസില്ലാഹി വഖൽഖിഹി ലാ ബിഗൈരിഹി തആല, ലാ ബിഗൈരിഹി, അല്ലാഹുവിനെ കൊണ്ടല്ലാതെ ഈ ലോകത്ത് നിയന്ത്രണമില്ല, അല്ലാഹുവിനെ കൊണ്ടല്ലാത്ത മരിപ്പില്ല, അല്ലാഹുവിനെ കൊണ്ടല്ലാതെ ജീവിപ്പില്ല. പക്ഷേ മരിപ്പിക്കുന്ന അസ്റായീൽ കാരണമാണ്. ഈ ലോകത്ത് നിയന്ത്രിക്കുന്ന ഫൽ മുദബ്ബിറാത്തി അംറ, അതൊക്കെ കാരണങ്ങളാണ്. തആലല്ലാഹു അമ്മാ യഖൂലു ളാലിമൂന വൽ ജാഹിദൂന ഉലുവൻ കബീറ. ഇതാണ് ശരിക്കുള്ള അഖീദ, ഇതാണ് ശരിക്കുള്ള വിശ്വാസം. വമൻ യുദബ്ബിറുൽ അംറ എന്ന സൂറത്ത് യൂനുസിലെ ആയത്തും സൂറത്തു നാസിആത്തിലെ ഫൽ മുദബ്ബിറാത്തി അംറ എന്ന ആയത്തും വൈരുദ്ധ്യമല്ല. ഈ ലോകത്തെ യഥാർത്ഥത്തിൽ നിയന്ത്രിക്കുന്നത് അല്ലാഹുവാണ്. മലക്കുകൾക്കും അല്ലാഹു നിയന്ത്രണം വിട്ടുകൊടുത്തിട്ടുണ്ട്. കേവലം കാരണക്കാർ അമ്പിയാക്കന്മാരിലേക്ക് വിട്ടുകൊടുത്തിട്ടുണ്ട്, കാരണക്കാർ ഔലിയാക്കന്മാരിലേക്ക് വിട്ടുകൊടുത്തിട്ടുണ്ട്, കാരണക്കാർ. ഇത് പറയാനുള്ള കാരണം ഇത് അംഗീകരിച്ചിട്ടില്ല എങ്കിൽ ഫൽ മുദബ്ബിറാത്തി അംറ എന്ന ആയത്തിനെ തള്ളി പറയേണ്ടി വരും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, മുജാഹിദ് ബാലുശ്ശേരി എന്ന് പറഞ്ഞ വിഡ്ഢിത്തത്തിന്റെ കേന്ദ്രമായ ആ മൗലവിയുടെ ചതിയിൽ പെട്ടുപോകരുത്. ശൈഖുന കാന്തപുരം ഉസ്താദ് പറഞ്ഞത് ഹഖായ ദീനാണ്, വിശുദ്ധ ഖുർആനാണ്, അല്ലാഹുവിന്റെ തിരുമൊഴിയാണ്, റസൂലുള്ളാഹിന്റെ കൽപ്പനയാണ്. അത് മനസ്സിലാക്കാൻ കഴിവില്ലാത്തതിന്റെ പേരിൽ, ഫൽ മുദബ്ബിറാത്തി അംറ എന്ന ആയത്തിനെ മനസ്സിലാക്കാൻ കഴിവില്ലാത്തതിന്റെ പേരിലും, എന്താണ് അതിന്റെ വ്യാഖ്യാനമെന്നും റാസിയെങ്കിലും നോക്കാൻ കഴിയാത്തതിന്റെ പേരിലും വിവരമില്ലാത്ത മൗലവി എന്തൊക്കെയോ കോമാളിത്തരങ്ങളൊക്കെ ഒരു പ്രസംഗവേദിയിൽ നടത്തിയതാണ്. ചതിയിൽ പെട്ടുപോകണ്ട. ഇതിന് മറുപടി നൽകാൻ മുജാഹിദ് ബാലുശ്ശേരിക്ക് തന്റെ ഇടമുണ്ടെങ്കിലും ആർജവത്തോട് വെല്ലുവിളിക്കുകയാണ്. ഇതിന് മറുപടി തരാൻ മുജാഹിദ് ബാലുശ്ശേരിക്ക് ധൈര്യമുണ്ട് എന്ന് മാത്രം ചോദിച്ചുകൊണ്ട് അല്ലാഹു തആല നമ്മുടെ ഈമാൻ സലാമത്താക്കി തെരുമാറാകട്ടെ. പലതും പറയണമെന്നുണ്ട്. ഇതൊക്കെ നിങ്ങളെ മുമ്പിൽ അവതരിപ്പിക്കേണ്ട ഗ്രന്ഥങ്ങളാണ്. സമയം ദൈർഘ്യമായതുകൊണ്ട് മാത്രം ഞാൻ എന്റെ സംസാരം നിർത്തുകയാണ്. അല്ലാഹു ഹഖ് മനസ്സിലാക്കി ജീവിതത്തിൽ പകർത്താനുള്ള മഹാ തൗഫീഖ് നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വആഖിറു ദഅ്വാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.